വെൽക്കം ടു എൻവയോൺമെൻ്റൽ കെമിസ്ട്രി. പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണ്. ധാരാളം കാര്യങ്ങളുണ്ടെങ്കിലും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫോക്കസ് ഏരിയ അടിസ്ഥാനപ്പെടുത്തിയാണ്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചർച്ച ചെയ്യുന്നുള്ളൂ. ഫോക്കസ് ഏരിയ പരിചയപ്പെടാം. 1. ട്രോപ്പോസ്ഫെറിക് പൊല്യൂഷൻ. അതിൽ വരുന്നത് ഗ്ലോബൽ വാർമിംഗ്, ആഗോള താപനം, ആൻഡ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്, ഹരിത ഗൃഹ പ്രഭാവം. പിന്നെ ഏതാണ്? ആസിഡ് റെയിൻ, ആസിഡ് മഴ, അമ്ലമഴ. ഇപ്പം ട്രോപ്പോസ്ഫെറിക് പൊല്യൂഷൻ ഇതിൽ വരുന്നത് ഗ്ലോബൽ വാർമിംഗ്, ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്, പിന്നെ ആസിഡ് റെയിൻ. ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾക്ക് പഠിക്കണം. അടുത്ത ഫോക്കസ് ഏരിയ നോക്കൂ. വാട്ടർ പൊല്യൂഷൻ, ജലമലിനീകരണം. ആദ്യം കണ്ടത് വായു മലിനീകരണമാണ്. ട്രോപ്പോസ്ഫെറിക് പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എയർ പൊല്യൂഷനാണ്. ഇനി വാട്ടർ പൊല്യൂഷൻ, അതിൽ പ്രധാനമായിട്ടും നോക്കാനുള്ളത് ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്. അടുത്ത ഫോക്കസ് ഏരിയ നോക്കൂ. ഗ്രീൻ കെമിസ്ട്രി ഇൻ ഡേ ടു ഡേ ലൈഫ്. എന്താണ് ഗ്രീൻ കെമിസ്ട്രി? ഇത്രയും കാര്യങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ നോക്കി വയ്ക്കണം. വളരെ വലിയ ചാപ്റ്ററാണ്, പക്ഷേ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഫോക്കസ് ഏരിയ എന്നതിൽ ഉള്ളൂ. അത്രയും കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചർച്ച ചെയ്യുന്നുള്ളൂ. വിശദമായി പിന്നീട് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് പൊല്യൂഷൻ? എന്താണ് പൊല്യൂഷൻ? മലിനീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യർക്കും മറ്റ് മൃഗങ്ങൾക്കും ചെടികൾക്കും ദോഷകരമായ പദാർത്ഥങ്ങൾ പരിസ്ഥിതിയിൽ കടന്നു വരുന്നതിനെ വിളിക്കുന്ന പേരാണ് മലിനീകരണം. സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും മനുഷ്യർക്കും ദോഷകരമായ പദാർത്ഥങ്ങളാണ് പൊല്യൂട്ടൻസ്. അന്തരീക്ഷത്തെ അത് മലിനമാക്കും. ഇൻട്രൊഡക്ഷൻ ഓഫ് പൊല്യൂട്ടൻസ് ഇൻ ടു ദ എൻവയോൺമെൻറ്റ് ദാറ്റ് കോസസ് അൺഡിസൈറബിൾ ചേഞ്ചസ് ഓൺ പ്ലാന്റ്സ്, ആനിമൽസ് and human beings is known as pollution. സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും മനുഷ്യർക്കും അഭിലഷണീയമല്ലാത്ത മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന, ഉപദ്രവം ഉണ്ടാക്കുന്ന പദാർത്ഥങ്ങൾ അന്തരീക്ഷത്തിലേക്ക് വരുന്നതിനെയാണ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഉപദ്രവം ഉണ്ടാക്കുന്ന പദാർത്ഥങ്ങളെ പൊല്യൂട്ടൻസ് എന്നാണ് വിളിക്കുന്നത്. Introduction of pollutants into the environment that causes undesirable changes on plants, animals and human beings is known as pollution. Okay, വളരെ എളുപ്പമായ ചാപ്റ്ററാണ്, പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ട്രോപ്പോസ്ഫിയർ? നമ്മുടെ അന്തരീക്ഷം തന്നെയാണ് ട്രോപ്പോസ്ഫിയർ, അല്ലേ? നമ്മുടെ ചുറ്റുപാട് എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ ലോവസ്റ്റ് ലെയർ, അതിനെ വിളിക്കുന്ന പേരാണ് ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ ഈസ് ദ ലോവസ്റ്റ് ലെയർ ഓഫ് എർത്ത് അറ്റ്മോസ്ഫിയർ. എർത്തിൻ്റെ അറ്റ്മോസ്ഫിയർ
അതിൻ്റെ ഏറ്റവും താഴെയുള്ള ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് ട്രോപ്പോസ്ഫിയർ. അതിൻ്റെ മേലെ സ്ട്രാറ്റോസ്ഫിയർ, അങ്ങനെ പോകും. അപ്പോൾ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൻ്റെ ഏറ്റവും താഴെയുള്ള ലെയറിനെ വിളിക്കുന്ന പേരാണ് ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ ഈസ് ദ ലോവസ്റ്റ് ലെയർ ഓഫ് എർത്ത്സ് അറ്റ്മോസ്ഫിയർ. ഓക്കെ, നമ്മൾ പൊതുവെ അന്തരീക്ഷം എന്ന് വിളിക്കുന്നത് ട്രോപ്പോസ്ഫിയറിനെയാണ്. നമ്മുടെ കണ്ണിൽ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ട്രോപ്പോസ്ഫിയറാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഗീവ് ദ റീസൺസ് ഫോർ ട്രോപ്പോസ്ഫിറിക് പൊല്യൂഷൻ. അറ്റ്മോസ്ഫിറിക് പൊല്യൂഷൻ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ട്രോപ്പോസ്ഫിറിക് പൊല്യൂഷൻ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ട്രോപ്പോസ്ഫിറിക് പൊല്യൂഷൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ട്രോപ്പോസ്ഫിറിക് പൊല്യൂഷൻ പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഗ്യാഷ്യസ് എയർ പൊല്യൂട്ടൻസ്. പലതരത്തിലുള്ള വാതകങ്ങൾ അന്തരീക്ഷ വായുവിനെ മലിനപ്പെടുത്തും, കേടുവരുത്തും. അതേതൊക്കെ നോക്കാം. ഓക്സൈഡ്സ് ഓഫ് സൾഫർ, സൾഫറിൻ്റെ ഓക്സൈഡുകൾ, SO2, SO3, അതായത് സൾഫർ ഡയോക്സൈഡും സൾഫർ ട്രയോക്സൈഡും. നൈട്രജൻ്റെ ഓക്സൈഡുകൾ, NO, അതായത് നൈട്രിക് ഓക്സൈഡ്, NO2, നൈട്രജൻ ഡയോക്സൈഡ് തുടങ്ങിയ ഓക്സൈഡുകൾ. പിന്നെ കാർബണിൻ്റെ ഓക്സൈഡുകൾ, നമുക്കറിയാം കാർബൺ മോണോക്സൈഡും കാർബൺ ഡയോക്സൈഡും. ഇപ്പോൾ സൾഫർ, നൈട്രജൻ, കാർബൺ ഇവയുടെ ഓക്സൈഡുകൾ വാതകങ്ങളാണ്, അത് അന്തരീക്ഷ വായുവിനെ മലിനപ്പെടുത്തും. ഹൈഡ്രജൻ സൾഫൈഡ് അല്ലേ, ഓടകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും ഹൈഡ്രജൻ സൾഫൈഡ് ഉണ്ടാവാറുണ്ട്. ഹൈഡ്രോ കാർബൺസ്, മീഥെയിൻ തുടങ്ങിയ ഹൈഡ്രോ കാർബൺസ് അന്തരീക്ഷ വായുവിനെ മലിനപ്പെടുത്തും. ഇപ്പോൾ ഗ്യാഷ്യസ് എയർ പൊല്യൂട്ടൻസ് കാരണം അന്തരീക്ഷം മലിനപ്പെടും. ഇതിനെ ട്രോപ്പോസ്ഫിറിക് പൊല്യൂഷൻ എന്നാണ് വിളിക്കുന്നത്. മറ്റൊന്ന്, പാർട്ടിക്കുലേറ്റ് പൊല്യൂട്ടൻസ്. ചെറിയ പാർട്ടിക്കിൾസ് അന്തരീക്ഷ വായുവിനെ കേടുവരുത്തും. ഏതൊക്കെയാണ്? ഫ്യൂംസ്, പുക അല്ലേ, ഫ്യൂം. മിസ്റ്റ്, മഞ്ഞ് അല്ലേ, മൂടൽ മഞ്ഞ്. പിന്നെ സ്മോക്ക്, സ്മോഗ്. സ്മോക്കും ഫോഗും ചേർന്നതാണ് സ്മോഗ്. സ്മോക്ക് പ്ലസ് ഫോഗ്. ഇതെല്ലാം വിശദമായി പഠിക്കാനുണ്ട്, പക്ഷേ ഫോക്കസ് ഏരിയയിൽ ഇല്ല. അതുകൊണ്ട് തൽക്കാലം നമ്മളത് പറയുന്നില്ല. എന്തായാലും ട്രോപ്പോസ്ഫിറിക് പൊല്യൂഷൻ്റെ കാരണങ്ങൾ നമ്മൾ നോക്കി. ഗ്യാഷ്യസ് എയർ പൊല്യൂട്ടൻസ് ട്രോപ്പോസ്ഫിയറിനെ പൊല്യൂട്ട് ചെയ്യും. പാർട്ടിക്കുലേറ്റ് പൊല്യൂട്ടൻസും ട്രോപ്പോസ്ഫിയറിനെ പൊല്യൂട്ട് ചെയ്യും. നോട്ട് നന്നായിട്ട് എഴുതിയെടുക്കണം. അടുത്തത് നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചത് തന്നെയാണ്. വാട്ട് ഈസ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്? എന്താണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്? ഗ്രീൻ ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ ഒരു ഹൗസ്, അതിന് ചൂടിനെ പിടിച്ചു നിർത്താൻ പറ്റും, ഹീറ്റിനെ അബ്സോർബ് ചെയ്യാൻ പറ്റും. അന്തരീക്ഷത്തിലെ ചില വാതകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ ഡയോക്സൈഡ്, മീഥേൻ, പിന്നെ CFC എന്ന് പറഞ്ഞാൽ ക്ലോറോ ഫ്ലൂറോ കാർബൺസ്, ക്ലോറോ ഫ്ലൂറോ കാർബൺസ് തുടങ്ങിയവ ഹീറ്റ് റേഡിയേഷൻ അബ്സോർബ് ചെയ്യും. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഹീറ്റ് റേഡിയേഷൻ അബ്സോർബ് ചെയ്യും. അത് തിരിച്ചു വിടില്ല, റേഡിയേറ്റ് ചെയ്യില്ല. അതുകൊണ്ട് അന്തരീക്ഷം ചൂടുള്ളതായിട്ട് മാറും. ഒരു ഗ്രീൻ ഗ്ലാസ് ഹൗസിൻ്റെ ഉൾഭാഗം എപ്രകാരമാണോ ചൂടുള്ളതായിരിക്കുന്നത്, അതുപോലെ ഭൂമിയുടെ അന്തരീക്ഷവും ചൂടുള്ളതായി മാറും.
കാരണം ഈ വാതകങ്ങൾ ഹീറ്റ് റേഡിയേഷൻ അബ്സോർബ് ചെയ്യുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, ക്ലോറോ ഫ്ലൂറോ കാർബൺസ് തുടങ്ങിയവ. അതുകൊണ്ട് ഈ പ്രതിഭാസത്തിനെ വിളിക്കുന്ന പേരാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയും. ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. ഊട്ടിയിൽ പോയാൽ നമുക്ക് ഗ്രീൻ ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ ഒരു ബിൽഡിംഗ് കാണാം, ഗ്രീൻ ഗ്ലാസ് ഹൗസ്. അതിനുള്ളിലെ ടെമ്പറേച്ചർ അല്പം കൂടുതലായിരിക്കും. ചില ചെടികൾ പുഷ്പിക്കുന്നത് ചില പ്രത്യേക ടെമ്പറേച്ചറിലാണ്. ആ ഗ്ലാസ് ഹൗസിൻ്റെ ഉള്ളിൽ ചില പ്രത്യേക ചെടികൾ ഉണ്ടായിരിക്കും. ആ പ്രത്യേക ടെമ്പറേച്ചറിൽ മാത്രമേ പൂക്കൾ വിരിയൂ. അപ്പോൾ ആ ഗ്ലാസ് ഹൗസ് ചൂടിനെ പിടിച്ചു നിർത്തും. അകത്തേക്ക് വരുന്ന ചൂടിനെ പുറത്തേക്ക് വിട്ടുകൊടുക്കില്ല. അതുപോലെ തന്നെയാണ് ഈ വാതകങ്ങളും ചെയ്യുന്നത്. കാർബൺ ഡൈ ഓക്സൈഡും മീഥേനും ക്ലോറോ ഫ്ലൂറോ കാർബൺസും ചൂടിനെ പിടിച്ചു നിർത്തും, അന്തരീക്ഷം ചൂടുള്ളതാക്കി മാറ്റും. ഇതിനെ വിളിക്കുന്ന പേരാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. ഗ്യാസസ് ലൈക്ക് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, ക്ലോറോ ഫ്ലൂറോ കാർബൺസ് അബ്സോർബ് ഹീറ്റ് റേഡിയേഷൻ from sunlight, and so atmosphere is warm like a green glasshouse. This is known as greenhouse effect. Greenhouse effect കാണിക്കുന്ന ഗ്യാസസ് ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, ക്ലോറോ ഫ്ലൂറോ കാർബൺസ്. ക്ലോറോ ഫ്ലൂറോ കാർബൺസ്. ഫ്രിയോൺ എന്ന് പറയുന്നത് ഒരു ക്ലോറോ ഫ്ലൂറോ കാർബണാണ്. CCl2F2 എന്നാണ് അതിൻ്റെ ഫോർമുല. CCl2F2. ഫ്രിയോൺ 12 CCl2F2 വേണമെങ്കിൽ ഒന്ന് എഴുതാം. CFC. അതിന് എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ ഫ്രിയോൺ 12 CCl2F2 ക്ലോറോ ഫ്ലൂറോ കാർബണാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞത് മാത്രം. ക്ലോറോ ഫ്ലൂറോ കാർബൺ CCl2F2. ഇതൊക്കെ അന്തരീക്ഷത്തിൻ്റെ ചൂട് വർദ്ധിപ്പിക്കുന്ന വാതകങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഗ്ലോബൽ വാർമിംഗ്? നമ്മളെപ്പോഴും കേൾക്കുന്ന പദമാണ് ആഗോള താപനം. ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് കാരണം അന്തരീക്ഷത്തിൻ്റെ ചൂട് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വാതകങ്ങൾ കൂടിക്കൂടി വന്നാൽ അന്തരീക്ഷത്തിൻ്റെ ചൂട് ക്രമേണ കൂടിക്കൂടി വരും. ഇതിനെ വിളിക്കുന്ന പേരാണ് ഗ്ലോബൽ വാർമിംഗ്. But due to greenhouse effect, temperature of the earth is increased. ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഈസ് നോൺ ആസ് ഗ്ലോബൽ വാർമിംഗ്. ഇതിനെയാണ് ആഗോളതാപനം എന്ന് വിളിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ റിസൾട്ട്സ് ഓഫ് ഗ്ലോബൽ വാർമിംഗ്? ഗ്ലോബൽ വാർമിംഗ് കാരണം എന്തൊക്കെ സംഭവിക്കാം? ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുരുകി വെള്ളപ്പൊക്കമുണ്ടാവാം. താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളത്തിലാവും. ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവും. ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടായാൽ ഇൻഫെക്ഷൻസും ഡിസീസസും കൂടുതലായിട്ടുണ്ടാവും. കാലാവസ്ഥ താളം തെറ്റിയാൽ മനുഷ്യർക്കും മൃഗങ്ങൾക്കും സസ്യങ്ങൾക്കും ദോഷകരമാണ്. അസുഖങ്ങളുണ്ടാവാം, വെജിറ്റേഷൻ കുറയാം. ഇതൊക്കെ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ അനന്തരഫലങ്ങളാണ്. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇത്. അപ്പോൾ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ റിസൾട്ട്സ് എന്തൊക്കെയാണ്? ദ പോളാർ ഐസ് ക്യാപ്സ് മെൽറ്റ് ആൻഡ് കോസ് ഫ്ലഡ്. വെള്ളപ്പൊക്കം ഉണ്ടാവും. ക്ലൈമറ്റ് ചേഞ്ച് ഒക്കേഴ്സ് ആൻഡ് സോ ഇൻഫെക്ഷൻസ് ആൻഡ് ഡിസീസസ് ഒക്കേഴ്സ്. ക്ലൈമറ്റ് ചേഞ്ച് നടക്കും, അത് കാരണം ഇൻഫെക്ഷൻസും ഡിസീസസും ഉണ്ടാകും. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എ നോട്ട് ഓൺ ആസിഡ് റെയിൻ. അമ്ലമഴ, ആസിഡ് മഴ. ഒന്ന് വിശദീകരിക്കും. മഴവെള്ളത്തിൻ്റെ pH 5.6 ആണ്. നമുക്കറിയാം pH 7 ആണെങ്കിൽ ന്യൂട്രലാണ്,
pH 7 താഴെയാണെങ്കിൽ അസിഡിക് ആണ്, pH 7 കൂടുതലാണെങ്കിൽ ബേസിക് ആണ്. മഴവെള്ളം ന്യൂട്രൽ അല്ല, അതായത് 7 അല്ല അതിൻ്റെ pH വാല്യൂ. മറ്റൊരു ചാപ്റ്ററിൽ ഇത് വിശദമായി നമ്മൾ പഠിക്കും. മഴവെള്ളത്തിൻ്റെ pH 7 താഴെയാണ്, 5.6 ആണ്, അതായത് സ്ലൈറ്റ്ലി അസിഡിക് ആണ്. മഴവെള്ളം അസിഡിക് ആവാൻ കാരണം എന്താണ്? അതിൽ വീര്യം കുറഞ്ഞ ഒരു ആസിഡ് ഉണ്ട്. ഏതാണ് ആസിഡ്? കാർബോണിക് ആസിഡ് എന്ന് പറയും, H2CO3. എങ്ങനെയാണ് കാർബോണിക് ആസിഡ് ഉണ്ടാകുന്നത്? അന്തരീക്ഷ വായുവിലെ കാർബൺ ഡൈ ഓക്സൈഡ് മഴവെള്ളത്തിൽ ലയിക്കും. കാർബൺ ഡൈ ഓക്സൈഡ് മഴവെള്ളത്തിൽ ലയിക്കും, അങ്ങനെയാണ് കാർബോണിക് ആസിഡ് ഉണ്ടാകുന്നത്. ഈ കാർബോണിക് ആസിഡ് ഉള്ളത് കാരണമാണ് മഴവെള്ളത്തിൻ്റെ pH എത്രയായി മാറിയത്? 5.6 ആയിട്ട് മാറിയത്, 5.6. നോർമൽ pH ഓഫ് റെയിൻ വാട്ടർ ഈസ് 5.6. കാരണം എന്താ? ഡ്യൂ ടു റിയാക്ഷൻസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് വിത്ത് റെയിൻ വാട്ടർ ടു പ്രൊഡ്യൂസ് കാർബോണിക് ആസിഡ്. കാർബോണിക് ആസിഡ് ഉണ്ടാവുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് മഴവെള്ളത്തിൻ്റെ pH 5.6 ആയിട്ട് മാറിയത്. മഴവെള്ളത്തിൻ്റെ pH 5.6 ആണെങ്കിൽ നമുക്ക് വലിയ ഉപദ്രവം ഒന്നുമില്ല. എന്നാൽ pH 5.6 താഴെയാണെങ്കിൽ ആ മഴ ഡേഞ്ചറായിട്ട് മാറും. സസ്യങ്ങൾക്കും മൃഗങ്ങൾക്കും മനുഷ്യർക്കും എല്ലാം ഹാംഫുള്ളായിട്ട് മാറും. അതിനെ വിളിക്കുന്ന പേരാണ് ആസിഡ് റെയിൻ. When the pH of rainwater becomes less than 5.6, rain is known as acid rain. അപ്പോഴാണ് ആസിഡ് മഴ എന്ന് പറയുന്നത്. ശരീരത്തിൽ പൊള്ളലൊക്കെ ഉണ്ടാക്കും, വെജിറ്റേഷൻ കേടുവരും, കൃഷിയൊക്കെ നശിക്കും. എന്താണ് ഇതിൻ്റെ കാരണം? നൈട്രജൻ്റെയും സൾഫറിൻ്റെയും ഓക്സൈഡുകൾ മഴവെള്ളത്തിൽ ലയിക്കും. അങ്ങനെ ആസിഡുകൾ ഉണ്ടാവും. നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് തുടങ്ങിയ ആസിഡുകൾ ഉണ്ടാവും. ഈ ആസിഡുകൾ മഴവെള്ളത്തിൽ കലരുമ്പോഴാണ് ആസിഡ് മഴ ഉണ്ടാവുന്നത്. അപ്പം കാരണം നോക്കൂ, ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ആൻഡ് സൾഫർ, സൾഫറിൻ്റെയും നൈട്രജൻ്റെയും ഓക്സൈഡ്സ് ഡിസോൾവ് ഇൻ റെയിൻ വാട്ടർ, മഴവെള്ളത്തിൽ അലിയും, ടു ഫോം ആസിഡ്സ്. അങ്ങനെ ആസിഡുകൾ ഉണ്ടാവും. സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാവും, നൈട്രിക് ആസിഡ് ഉണ്ടാവും. ദിസ് ഈസ് ദ റീസൺ ഫോർ ആസിഡ് റെയിൻ. കുറച്ചുകൂടെ താല്പര്യമുള്ള ആൾക്കാർക്ക് ആ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്, നോക്കാം. നൈട്രജൻ്റെ ഓക്സൈഡ് NO എന്നുള്ളതിൻ്റെ പേര് നൈട്രിക് ഓക്സൈഡ് എന്നാണ്. നൈട്രിക് ഓക്സൈഡ് ഇത് മഴവെള്ളത്തിൽ ലയിച്ചാൽ നൈട്രസ് ആസിഡ് ഉണ്ടാവും, HNO2. NO2 എന്ന് പറയുന്നത് നൈട്രജൻ ഡൈ ഓക്സൈഡാണ്. ഇത് മഴവെള്ളത്തിൽ ലയിച്ചാൽ നൈട്രിക് ആസിഡ് ഉണ്ടാവും, HNO3. സൾഫർ ഡൈ ഓക്സൈഡ് മഴവെള്ളത്തിൽ ലയിച്ചാൽ സൾഫ്യൂറസ് ആസിഡ് ഉണ്ടാവും, സൾഫ്യൂറസ് ആസിഡ് H2SO3. SO3 അതായത് സൾഫർ ട്രയോക്സൈഡ് മഴവെള്ളത്തിൽ ലയിച്ചാൽ സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാവും. പ്രധാനപ്പെട്ടത് നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡുമാണ്. എങ്കിലും ഇതെല്ലാം നമുക്ക് പറയാം. ഇത്തരത്തിലുള്ള ആസിഡുകൾ മഴവെള്ളത്തിൽ കലരുമ്പോഴാണ് ആസിഡ് മഴ ഉണ്ടാകുന്നത്. ആസിഡ് മഴ കാരണം എന്തൊക്കെ സംഭവിക്കും? ഡിസോൾവ്സ് ന്യൂട്രിയൻസ് എസെൻഷ്യൽ ഫോർ പ്ലാന്റ് ഗ്രോത്ത്. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ട പോഷകാംശങ്ങൾ ഈ ആസിഡിൽ ലയിച്ചു പോകും. പ്ലാന്റ് ഗ്രോത്തിനെ തടസ്സപ്പെടുത്തും, അല്ലേ? ഇൻഹിബിറ്റ് പ്ലാന്റ് ഗ്രോത്ത്. അടുത്തത് കോസസ് റെസ്പിറേറ്ററി എയിൽമെൻറ്റ്സ് ഇൻ ഹ്യൂമൻസ്. ശ്വസന സംബന്ധമായ ബുദ്ധിമുട്ടുകൾ മനുഷ്യരുണ്ടാക്കും. അടുത്തെന്താണ്? എഫക്ട്സ് അക്വാട്ടിക് എക്കോസിസ്റ്റം. ജലജീവിതത്തെ സാരമായി ബാധിക്കും. കാരണം ആസിഡ് ജലാശയങ്ങളിൽ വന്നാൽ ജലജീവിതത്തെ അല്ലെങ്കിൽ ജലത്തിൽ വളരുന്ന സസ്യങ്ങളെയും ജന്തുക്കളെയും ബാധിക്കും. കൊറോഡ്സ് വാട്ടർ പൈപ്സ് റിസൾട്ടിങ് ഇൻ ലീച്ചിങ് ഓഫ് ഹെവി മെറ്റൽസ് ഇൻ ഡ്രിങ്കിങ് വാട്ടർ. വാട്ടർ പൈപ്പൊക്കെ ദ്രവിപ്പിക്കും. ഇരുമ്പിൻ്റെയൊക്കെ വാട്ടർ പൈപ്പിനെ ദ്രവിപ്പിക്കും. അങ്ങനെ കുടിവെള്ളത്തിൽ അത് കലരാൻ സാധ്യതയുണ്ട്.
കുടിവെള്ളവുമായിട്ട് ഈ ഹെവി മെറ്റൽസ് കലരാൻ സാധ്യതയുണ്ട്. ഡാമേജ് ബിൽഡിങ്സ് മേഡപ്പ് ഓഫ് സ്റ്റോൺ ആൻഡ് മെറ്റൽ. ബിൽഡിങ്സിനെ ദ്രവിപ്പിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ താജ്മഹൽ ഉണ്ടാക്കിയിരിക്കുന്നത് മാർബിൾ കൊണ്ടാണ്. മാർബിൾ എന്ന് പറയുന്നത് കാൽഷ്യം കാർബണേറ്റിൻ്റെ ഒരു രൂപമാണ്. കാൽഷ്യം കാർബണേറ്റിന് പല രൂപങ്ങളുണ്ട്. കോഴിമുട്ടയുടെ തോട് കാൽഷ്യം കാർബണേറ്റ് ആണ്. മാർബിൾ എന്ന് പറയുന്നത് കാൽഷ്യം കാർബണേറ്റ് ആണ്. ചോക്ക് എന്ന് പറയുന്നത് കാൽഷ്യം കാർബണേറ്റ് ആണ്. താജ്മഹൽ അതിൻ്റെ പഴയകാല ഭംഗി നഷ്ടപ്പെടാൻ കാരണം ആസിഡ് മഴയാണ്. നോക്കൂ, കാൽഷ്യം കാർബണേറ്റ്, ഇതാണ് മാർബിൾ. ഇതിലേക്ക് ആസിഡ് വന്ന് പതിച്ചാൽ, ഇവിടെ ആസിഡ് എന്ന് വേണമെങ്കിൽ എഴുതാം, ആസിഡ്. ഇതിലേക്ക് ആസിഡ് വന്നാൽ സംഭവിക്കുന്നത് എന്താണ്? കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് മാറും. അങ്ങനെ മാർബിളിന് തേയ്മാനം സംഭവിക്കും, അല്ലെങ്കിൽ അത് ഡീകമ്പോസ് ചെയ്യപ്പെടും. കാൽഷ്യം കാർബണേറ്റും ആസിഡും ചേർന്നാൽ അത് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡായിട്ട് മാറും. അപ്പോൾ താജ്മഹൽ ഈസ് മേഡപ്പ് ഓഫ് മാർബിൾ വിച്ച് ഈസ് എ ഫോം ഓഫ് കാൽഷ്യം കാർബണേറ്റ്. ഡ്യൂ ടു ആസിഡ് റെയിൻ ബ്യൂട്ടി ഓഫ് താജ്മഹൽ ഈസ് ഡിമിനിഷ്ഡ്. അപ്പോൾ താജ്മഹലിൻ്റെ ഭംഗി അല്പം കുറയാൻ കാരണം ഈ ആസിഡ് മഴയാണ്. അതുകൊണ്ട് ആഗ്ര ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്, ആഗ്രയിലുള്ള വ്യവസായ സ്ഥാപനങ്ങളെല്ലാം അടച്ചുപൂട്ടാൻ. അങ്ങനെ ഒരു കോടതി വിധിയുണ്ട്. ഈ ഇൻഡസ്ട്രിയൊക്കെ കൂടുതലുള്ള ഭാഗത്ത് സൾഫറിൻ്റെയും നൈട്രജൻ്റെയും ഓക്സൈഡുകൾ ധാരാളമായിട്ടുണ്ടാവും. അത് കാരണം ആസിഡ് മഴയ്ക്ക് കൂടുതൽ സാധ്യത ഉണ്ട്. അപ്പം ആസിഡ് മഴ ബിൽഡിങ്സിനെ കേടുവരുത്തും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് താജ്മഹലിൻ്റെ ഭംഗി നഷ്ടപ്പെട്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് എ നോട്ട് ഓൺ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ഇത് വാട്ടർ പൊല്യൂഷനുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ജല മലിനീകരണം, ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. അന്തരീക്ഷ വായുവിൽ ഓക്സിജന്റെ അളവ് കൂടുതലാണ് അല്ലേ? എത്ര ppm ഉണ്ട്? 2 ലക്ഷം ppm അന്തരീക്ഷ വായു. വെള്ളത്തിൽ ഓക്സിജന്റെ അളവ് കുറവാണ്, 10 ppm മാത്രമേ ഏകദേശമുള്ളൂ. വെള്ളത്തിൽ നമ്മൾ വേസ്റ്റ് ഇട്ടാൽ, ചപ്പുചവറുകളോ മറ്റ് ഓർഗാനിക് വേസ്റ്റുകളൊക്കെ ഇട്ടാൽ അത് ദ്രവിച്ചു പോകും. ദ്രവിച്ചു പോകണമെങ്കിൽ ബാക്ടീരിയ വർക്ക് ചെയ്യണം, സൂക്ഷ്മജീവികൾ വർക്ക് ചെയ്യണം. സൂക്ഷ്മജീവികൾക്ക് ഈ ഓർഗാനിക് വേസ്റ്റിനെ ദ്രവിപ്പിക്കാൻ, ഡീകമ്പോസ് ചെയ്യാൻ ഓക്സിജൻ ആവശ്യമാണ്. അപ്പോൾ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജനാണ് ഈ ബാക്ടീരിയ സ്വീകരിക്കുന്നത്. വെള്ളത്തിലടങ്ങിയ ഓക്സിജൻ ബാക്ടീരിയ സ്വീകരിച്ചാൽ എന്ത് സംഭവിക്കും? വെള്ളത്തിലെ ഓക്സിജൻ്റെ അളവ് കുറയും. വെള്ളത്തിലെ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞാൽ വെള്ളം കേടുവരും അല്ലേ? ഫൗൾ സ്മെല്ലായിട്ട് മാറും വെള്ളത്തിന് അല്ലേ? കേട് സംഭവിക്കും, സ്മെൽ ചെയ്യാൻ തുടങ്ങും. ഈ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഒന്ന് വായിക്കാം. അതിനുശേഷം നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. ഓക്സിജൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ ഈസ് കാൾഡ് ഡിസോൾവ്ഡ് ഓക്സിജൻ. വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജനെ ഡിസോൾവ്ഡ് ഓക്സിജൻ എന്നാണ് വിളിക്കുക, DO. DO ഇൻ വാട്ടർ ഈസ് വെരി ലെസ്, 10 ppm മാത്രമേ ഉള്ളൂ. ppm എന്ന് പറഞ്ഞാൽ പാർട്സ് പെർ മില്യൺ. 10 ലക്ഷത്തിൽ എത്രയാണെന്ന് പറയുന്നതാണ് പാർട്സ് പെർ മില്യൺ. 100-ൽ എത്രയാണെന്ന് പറയുന്നത് ശതമാനം, പെർസെൻറ്റേജ്. 10 ലക്ഷത്തിൽ എത്രയാണെന്ന് പറയുന്നതാണ് ppm. നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. സെക്കൻഡ് ഇയർ ആണ് പഠിക്കാനുള്ളത്. പാർട്സ് പെർ മില്യൺ, ppm. 1 മില്യണിൽ എത്രമാത്രം ഉണ്ട് എന്ന് കാണിക്കുന്നതാണ്. എന്തായാലും വെള്ളത്തിലെ ഓക്സിജൻ്റെ അളവ് വളരെ കുറവാണ് ആസ് കമ്പയർഡ് ടു എയർ. എയറിൽ കൂടുതലാണ്. വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോർ ഡീകമ്പോസിഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ ഓക്സിജൻ ഈസ് റിക്വയർഡ് ബൈ ബാക്ടീരിയ. ഓർഗാനിക് മാറ്ററിനെ ഡീകമ്പോസ് ചെയ്യാൻ ഓക്സിജൻ വേണം. ദർഫോർ
പ്രസൻസ് ഓഫ് ഓർഗാനിക് മാറ്റർ ഇൻ വാട്ടർ ഡെപ്ലീറ്റ്സ് ദ ഡിഒ ഓഫ് വാട്ടർ. ഓർഗാനിക് മാറ്റർ അല്ലെങ്കിൽ വേസ്റ്റ് വെള്ളത്തിലുണ്ടെങ്കിൽ വെള്ളത്തിലെ ഓക്സിജൻ്റെ അളവ് കുറയും, ഡെപ്ലീറ്റ് ചെയ്യും, കുറയും. കാരണം ഈ ഓർഗാനിക് മാറ്ററിനെ ദ്രവിപ്പിക്കാൻ, കൈകാര്യം ചെയ്യാൻ വെള്ളത്തിലുള്ള ഓക്സിജനാണ് ബാക്ടീരിയ സ്വീകരിക്കുന്നത്. അങ്ങനെ 10 ppm ആണ് വെള്ളത്തിലുള്ളത്. ഈ 10 ppm 6 ppmൽ താഴെയാണെങ്കിൽ മത്സ്യങ്ങളൊക്കെ ചത്തുപോകും. ഈ DO റീച്ചസ് ലെസ് ദാൻ 6 ppm, ഡിസോൾവ്ഡ് ഓക്സിജൻ്റെ അളവ് 6 ppmനേക്കാൾ താഴെയാണെങ്കിൽ ദെൻ ദ ഗ്രോത്ത് ഓഫ് ഫിഷ് ഗെറ്റ്സ് ഇൻഹിബിറ്റഡ്, മത്സ്യങ്ങളൊക്കെ ചത്തുപോകും. ഇഫ് ദർ ഈസ് ഡെഫിഷ്യൻസി ഓഫ് ഓക്സിജൻ ഇൻ വാട്ടർ, അങ്ങനെ വെള്ളത്തിൽ ഓക്സിജൻ്റെ അളവ് കുറവാണെങ്കിൽ, ഡെഫിഷ്യൻസി വന്നാൽ, ദെൻ അനോറോബിക് ബാക്ടീരിയ സ്റ്റാർട്ട് ഡിഗ്രേഡിങ് ദ ഓർഗാനിക് മാറ്റർ റിസൾട്ടിംഗ് ഇൻ ഫൗൾ സ്മെൽ ആൻഡ് ഹാംഫുൾ ഇഫക്ട്സ് ഓൺ ഹ്യൂമൻ ഹെൽത്ത്. അനേറോബിക് ബാക്ടീരിയ ഓർഗാനിക് മാറ്ററിനെ ഡിഗ്രേഡ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ വെള്ളത്തിലെ ഓക്സിജൻ്റെ അളവ് കുറയും, വെള്ളത്തിൻ്റെ സ്മെൽ നമുക്ക് ഇഷ്ടപ്പെടാത്തതാവും, ഫൗൾ സ്മെല്ലായിട്ട് മാറും, ചീത്ത മണമായിട്ട് മാറും. ഇത് മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഹാനികരമാണ്. അപ്പോൾ വെള്ളത്തിലെ ചപ്പ് ചവറുകൾ ബാക്ടീരിയ ഡീകമ്പോസ് ചെയ്യും, വെള്ളത്തിലെ ഓക്സിജൻ്റെ അളവ് കുറയുന്നുണ്ട്. ഇഫ് ദർ ഈസ് ഡെഫിഷ്യൻസി ഓഫ് ഓക്സിജൻ ഇൻ വാട്ടർ, വെള്ളത്തിൽ ഓക്സിജൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അനേറോബിക് ബാക്ടീരിയ സ്റ്റാർട്ട് ഡിഗ്രേഡിങ് ദ ഓർഗാനിക് മാറ്റർ, ബാക്ടീരിയ ഓർഗാനിക് മാറ്ററിനെ ഡിഗ്രേഡ് ചെയ്യാൻ തുടങ്ങും, റിസൾട്ടിങ് ഇൻ ഫൗൾ സ്മെൽ ആൻഡ് ഹാംഫുൾ ഇഫക്ട്സ് ഓൺ ഹ്യൂമൻ ഹെൽത്ത്. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അങ്ങനെ ജലമലിനീകരണത്തിൻ്റെ കാര്യമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓർഗാനിക് മാറ്റർ വെള്ളത്തിനെ കേടുവരുത്തും. ഓക്കെ, വെള്ളത്തിലുള്ള ഓക്സിജൻ്റെ അളവിനെ കുറയ്ക്കും. ഇനി ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്താണെന്ന് നോക്കാം. ആ ഡെഫിനിഷൻ പഠിച്ചു വെക്കണം. ബാക്കി നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറഞ്ഞു എന്ന് മാത്രം. ഈ ഡെഫിനിഷൻ പഠിച്ചു വയ്ക്കുക. ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ബൈ ബാക്ടീരിയ to break down organic matter present in water. വെള്ളത്തിലുള്ള ഓർഗാനിക് മാറ്ററിനെ ഡീകമ്പോസ് ചെയ്യാൻ ആവശ്യമായ ഓക്സിജൻ്റെ അളവിനെയാണ് ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. വെള്ളത്തിലുള്ള വേസ്റ്റിനെ ദ്രവിപ്പിക്കാൻ വേണ്ട ഓക്സിജൻ്റെ അളവ്. കൂടുതൽ ഓക്സിജൻ വേണം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? കൂടുതൽ ഓക്സിജൻ വേണം എന്ന് പറഞ്ഞാൽ വേസ്റ്റ് കൂടുതലുണ്ട് എന്നാണ് അർത്ഥം. വെള്ളം കൂടുതൽ പൊള്യൂട്ടഡാണ്. അപ്പോൾ BOD റെപ്രസെൻറ്റ്സ് ദ എമൗണ്ട് ഓഫ് ഓർഗാനിക് മാറ്റർ പ്രസൻറ്റ് ഇൻ വാട്ടർ. ലെസ് പൊള്യൂട്ടഡ് വാട്ടർ ഹാസ് ലോവർ BOD വാല്യൂ. അപ്പോൾ പൊള്യൂഷൻ കുറവാണെങ്കിൽ ഓക്സിജൻ കുറച്ച് മതി, അതായത് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കുറവായിരിക്കും. വെള്ളം കൂടുതൽ മലിനമാണെങ്കിൽ കൂടുതൽ ഓക്സിജൻ വേണ്ടി വരും, ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കൂടും. അപ്പോൾ ഓർഗാനിക് മാറ്ററിനെ ഡീകമ്പോസ് ചെയ്യാൻ ബാക്ടീരിയയ്ക്ക് ഓക്സിജൻ ആവശ്യമാണ്. വെള്ളത്തിലുള്ള ഓക്സിജൻ്റെ അളവ് കുറഞ്ഞാൽ അനേറോബിക് ബാക്ടീരിയ വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോഴാണ് വെള്ളം കേടുവരുന്നത്. ഓക്കെ, ഈ ഡെഫിനിഷൻ പഠിച്ചു വയ്ക്കുക, ഫോക്കസ് ഏരിയയിലുള്ള ഭാഗം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗ്രീൻ കെമിസ്ട്രി ഇൻ ഡേ ടു ഡേ ലൈഫ്? എന്താണ് ഗ്രീൻ കെമിസ്ട്രി? നമ്മുടെ വിലപ്പെട്ട പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന ഏത് പ്രോസസ്സും, ഏത് പ്രവർത്തനവും, ഏത് പ്രക്രിയയും ഗ്രീൻ കെമിസ്ട്രി എന്നതിൻ്റെ ഭാഗമാണ്. പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന ഒരു പ്രവൃത്തി, അതിനെയാണ് നമ്മൾ ഗ്രീൻ കെമിസ്ട്രിയുടെ ഭാഗമായിട്ട് കരുതുന്നത്. Any process which protects our valuable environment from pollution may be termed as green chemistry. വളരെ വിപുലമായ ഒരർത്ഥമാണ് ഇതിനുള്ളത്. എന്തായാലും പരിസ്ഥിതി സംരക്ഷണം എന്ന് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം.
ഒരു എക്സാമ്പിൾ പറയാം, വേസ്റ്റ് മാനേജ്മെൻറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഗ്രീൻ കെമിസ്ട്രി. അല്ലേ, വേസ്റ്റ് പല ഭാഗത്തുമുണ്ട്. ഇപ്പോൾ തൊടിയിൽ കിടക്കുന്ന വേസ്റ്റ്, പ്ലാസ്റ്റിക് വേസ്റ്റ് നമ്മൾ കളക്ട് ചെയ്ത് ഒരു ഭാഗത്ത് വയ്ക്കുന്നു. വേസ്റ്റ് മാനേജ്മെൻ്റ് ആണ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഗ്രീൻ കെമിസ്ട്രി. അപ്പോൾ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന ഒരു പ്രോസസ്സാണത് വേസ്റ്റ് മാനേജ്മെൻറ്റ്. അപ്പോൾ അത് ഗ്രീൻ കെമിസ്ട്രിയുടെ ഒരു ഭാഗമാണ്. ഒരു ഫാക്ടറിയിൽ ഒരു പോയിസണസ് സബ്സ്റ്റാൻസ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് കരുതുക, അല്ലെങ്കിൽ യാദൃശ്ചികമായിട്ട് ഉണ്ടാകുന്നുണ്ട്. അതിനെ പോയിസണസ് അല്ലാത്ത ഒരു പദാർത്ഥമാക്കി മാറ്റുന്നുണ്ടെങ്കിൽ അത് ഗ്രീൻ കെമിസ്ട്രിയുടെ ഭാഗമാണ്. ആ ഫാക്ടറി ഗ്രീൻ കെമിസ്ട്രിക്ക് അനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയാം. കൺവേർഷൻ ഓഫ് എ പോയിസണസ് സബ്സ്റ്റാൻസ് ഇൻ ടു എ ഹാംലെസ് വൺ ഇൻ എ ഫാക്ടറി ഈസ് എ പാർട്ട് ഓഫ് ഗ്രീൻ കെമിസ്ട്രി. ഇപ്പോൾ ഫോക്കസ് ഏരിയ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ചെറിയ ക്ലാസ്സാണ്. പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് ഈ ക്ലാസ്. വളരെ വലിയ ചാപ്റ്ററാണത്. അത് മറ്റൊരു സന്ദർഭത്തിൽ നോക്കാം. പരീക്ഷയ്ക്ക് വേണ്ടി ഇത്രയും നോക്കിയാൽ മതി. എന്തൊക്കെയാണ് ഇതിൽ നമ്മൾ കണ്ടത്? എന്താണ് പൊല്യൂഷൻ എന്ന് കണ്ടു. നമ്മുടെ അന്തരീക്ഷം മലിനപ്പെടുന്ന രീതി കണ്ടു. ട്രോപ്പോസ്ഫിയർ അല്ലേ, നമ്മുടെ അന്തരീക്ഷം എന്ന് പറയുന്നത്, നമ്മുടെ അന്തരീക്ഷം ട്രോപ്പോസ്ഫിയറാണ്. അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട്, ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ തുടങ്ങി. നമ്മുടെ അന്തരീക്ഷം എന്ന് പറയുന്നത് ട്രോപ്പോസ്ഫിയറാണ്. നമ്മൾ ശ്വസിക്കുന്ന വായു അല്ലെങ്കിൽ എർത്തിൻ്റെ ലോവസ്റ്റ് ലെയർ. അപ്പം അത് മലിനീകരിക്കാൻ കാരണങ്ങൾ നോക്കി. ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്താണെന്ന് കണ്ടു. ഗ്ലോബൽ വാർമിംഗ് എന്താണ്, ആസിഡ് റെയിൻ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് കണ്ടു. ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, ഓർഗാനിക് വേസ്റ്റ് ഉണ്ടെങ്കിൽ വെള്ളത്തിലെ ഓക്സിജൻ്റെ അളവ് കുറയും അല്ലേ. വളരെയധികം ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ആനറോബിക് ബാക്ടീരിയ വർക്ക് ചെയ്യും. അങ്ങനെ വെള്ളത്തിന് സ്മെൽ ഫൗൾ ആയിട്ട് മാറും അല്ലേ, ചീത്ത മണമായിട്ട് മാറും. ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്താണെന്ന് നോക്കി. ഓർഗാനിക് മാറ്ററിനെ ഡീകമ്പോസ് ചെയ്യാൻ വേണ്ട ഓക്സിജൻ്റെ അളവാണ് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. എന്താണ് ഗ്രീൻ കെമിസ്ട്രി, അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കി. വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ. ബാക്കി പിന്നീട് നോക്കാം. ഓക്കെ, ഈ ചാപ്റ്റർ ഫോക്കസ് ഏരിയയെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഈ ചാപ്റ്റർ തീർന്നു.